സ്വയിഷ്ടത്തോടെ മാതാപിതാക്കളെ ധിക്കരിച്ച് എവിടെയും പോകരുത്. നമുക്കിന്നൊരു കഥ പറഞ്ഞാലും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരു വീട്ടില് വളരെ സുഭിക്ഷമായി മാംസവും മത്സ്യവും ഒക്കെ തിന്ന് കഴിച്ചിരുന്ന ഒരു പട്ടി. അപ്പം പുറത്തുകൂടെ കുറെ പട്ടികൾ ഇങ്ങനെ ഓടി നടക്കുമ്പം ഈ കൂട്ടിൽ അടക്കപ്പെട്ട പട്ടിക്ക് തോന്നാണ്, എനിക്കും അതേപോലെ എന്താ പോകാൻ കഴിയാത്തത്, എനിക്ക് അവരുടെ കൂടെ കളിച്ചൂടെ എന്നൊക്കെ തോന്നുന്നു. ഒരു ദിവസം കുളിച്ച് തിരിച്ചു വരുന്ന നേരത്ത് യജമാന്റെ കയ്യിൽ നിന്ന് പൊതറിയൊരു ഒറ്റ ഓട്ടം. അങ്ങനെ ഓടി 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 വേറെ കുറേ പട്ടികളെ കണ്ടു. അവരോട് കൂടെ ചങ്ങാത്തം കൂടി അവരെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം ഈ പട്ടികൾക്ക് മനസ്സിലായി, ഇവനാണ് ഞങ്ങളെ പോലെ തെരുവ് പട്ടിയല്ല, ഇവനേതോ സമ്പത്തിന്റെ പട്ടിയാണ്. അത് മറ്റു പട്ടികളൊക്കെ ഇങ്ങനെ തുരത്താൻ തുടങ്ങി, കടിക്കാൻ തുടങ്ങി അല്ലേ. സഹിക്കാൻ വയ്യാതെ അവര് പിന്തിരിഞ്ഞോടി അടുത്ത ടീമിനെ കൂടെ ചെന്നു. കുറച്ചു നേരം അവരെ കൂടെ കളിക്കുന്നു. ഇതേപോലെ തന്നെ അവര് കടിച്ചു കയറാൻ തുടങ്ങി അല്ലെ. ആ സകലം അടി കൊണ്ട് അപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. ഭക്ഷണം കിട്ടാതെയായി. വീട്ടിൽ വൃത്തിയില്ല. പല വെട്ടി പോയി നോക്കി, പല പട്ടികളുടെ കൂടെ ചേരാൻ വേണ്ടി നോക്കി, അവരെ ഭക്ഷണം കഴിക്കാൻ നോക്കി. എൻ്റെ അടുത്തും കടികൾ അല്ലേ തിരിഞ്ഞോടുകയാണ്. തിരിഞ്ഞോടിയിട്ട് വിശന്ന് വീഴാറാവുമ്പോൾ ഒരു എല്ലിന്റെ കഷ്ണം കാണുക. ഒരു എല്ലിന്റെ കഷ്ണം, ആ എല്ലിന്റെ കഷ്ണം ആർത്തിയോടുകൂടെ കടിച്ച് പറഞ്ഞു. ഏത് പറ്റി? യജമാന്റെ അങ്ങനെ എല്ലിന്റെ കഷ്ണം ആർത്തിയോടെ കടിച്ച് പറിച്ച് തിന്നപ്പം എന്തൊരു ആസ്വാദനം, എന്തൊരു ആശ്വാസം, എന്തൊരു ടേസ്റ്റ്. അപ്പം ഇത് കണ്ടു നിന്ന വേറെ കുറച്ച് പട്ടികളെ നീ ആ കടിച്ച് കളിക്കുന്ന ആ എല്ലിന്റെ കഷ്ണല്ലേ ആദ്യം കഴിച്ചിട്ട് നിന്റെ പല്ലും നിന്റെ നാക്കും നിന്റെ ചുണ്ടും ഒക്കെ പൊട്ടി ചോരയിലാണ്. വീണ്ടും വീണ്ടും കടിക്കുമ്പം അവിടുത്തെ മാംസങ്ങളൊക്കെ ഇളകിയിട്ട് അതാണ് നീ കടിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഈ പട്ടിക്ക് ബോധ്യമായില്ല. ഈ പട്ടി അല്ല എനിക്കിത് കിട്ടിയത് നിങ്ങൾക്ക് അസൂയല്ലേ, ഞാൻ കഴിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് അസൂയ തോന്നല്ല, അതുകൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും വീണ്ടും കടിച്ച് അതൊക്കെ തുടങ്ങി. രക്തം പാറും ഒഴുകി രക്തം രക്തം പുറത്തേക്ക് ഒഴുകി ഇവൻ ചത്തു പോവുകയാണ്. സത്യത്തിലും ആലോചിച്ച് നോക്കൂ, എന്തേ ചാവാൻ കാരണം പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ ചത്ത് വീഴാൻ കാരണം? അവന്റെ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ അല്ലേ. പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് വന്നാൽ നമ്മളത് എടുക്കരുത്. ആവശ്യമുള്ള സംഭവങ്ങൾ കഴിക്കുക. മുട്ടായി, എന്താ പുറത്തത്തെ ഫാസ്റ്റ് ഫുഡ്, അതൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് പൈസ കൊണ്ടുവരുന്നത്. നല്ല ഭക്ഷണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക. യൂസ് ചെയ്യാൻ പാടില്ല. ലഹരിക്ക് അടിമ ആവാൻ പാടില്ല. ചിന്തകൾ ചിന്തിക്കുകയരുത്.